തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ് സംസ്ഥാനത്ത്. തെരുവുനായയുടെ ശല്യം കൂടുതൽ ആശങ്ക കൂടി സംസ്ഥാനത്ത് ജനിപ്പിക്കുന്നുണ്ട്. പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ അടക്കം ചില സമയം എടുത്തതിന് ശേഷം പോലും മരണങ്ങൾ സംഭവിക്കുന്നത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. എന്തായാലും തെരുവുനായ ആക്രമണം ദിനം പ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി വരുന്നുണ്ട്. നായകളെ പിടികൂടുന്നതിനോ വന്ധ്യകരണം നടത്തുന്നതിനോ ആളുകളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപമാണ് ശക്തമായി വരുന്നത്. ശമ്പളം കൃത്യമായി നൽകാത്തതിനെ തുടർന്ന് നായപിടുത്തക്കാർ സേവനം നിർത്തിവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം മുതൽ സംസ്ഥാനത്ത് പലയിടത്തും തെരുവുനായ ആക്രമണം ദിനംപ്രതി ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അക്രമകാരികളായ തെരുവുനായകളെ പിടികൂടാനോ വന്ധ്യകരണം നടത്തുന്നതിനോ ആളുകളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപം തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ ഉയരുന്നത്. ആക്രമണ സ്വഭാവമുള്ള തെരുവുനായകളെ പിടികൂടാൻ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 150 പേർക്ക് പരിശീലനം നൽകിയിരുന്നു. എന്നാൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന വന്ധ്യകരണ ശസ്ത്രക്രിയ നിർത്തലാക്കിയതോടെ തെരുവുനായകളെ പിടികൂടുന്നവർ മറ്റു ജോലികളിലേക്ക് പോയി. 675 രൂപ ദിവസക്കൂലി നിശ്ചയിച്ചാണ് കോർപ്പറേഷൻ നായപിടുത്തക്കാരെ നിയമിച്ചിട്ടുള്ളത്. കൃത്യമായ ശമ്പളം നൽകാതെ വന്നതോടെയാണ് സേവനം മുടങ്ങാനുണ്ടായ പ്രധാന കാരണമായത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, അക്രമകാരികളായിട്ടുള്ള അതോടൊപ്പം തന്നെ വിഷബാധ ഉണ്ട് എന്ന് സംശയിക്കുന്ന തെരുവുനായ്ക്കളെ കൊലപ്പെടുത്താം എന്ന് നിരവധിയായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ കേൾക്കാതെ അല്ലെങ്കിൽ ഇതൊന്നും തന്നെ പരിഹാരം കാണാതെ ഒരു അനങ്ങാപ്പാറ നയമാണ് ഈ CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം സ്വീകരിക്കുന്നത്. അക്രമകാരികളായിട്ടുള്ള തെരുവുനായ്ക്കൾ യഥേഷ്ടം തെരുവിൽ പെറ്റുപെരുകയാണ്. അവർക്ക് വന്ധ്യംകരിക്കണം എന്ന ആ വന്ധ്യംകരിക്കുവാനുള്ള ആളുകൾക്ക് പോലും ഓണറേറിയം കൊടുക്കുന്നില്ല. വന്ധ്യംകരിക്കാനുള്ള ആളുകൾക്ക് തെരുവുനായ്ക്കളെ പിടിച്ചു കൊണ്ടുവന്ന് അവരെ യഥേഷ്ടം വന്ധ്യംകരിച്ച് തെരുവിലേക്ക് ഇറക്കി വിടുവാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കേണ്ട ഒരു ഭരണകൂടം ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികൾ ഉയരുകയാണ്. എന്നാൽ ഇക്കാര്യം വളരെ ലാഘവത്തോടെയാണ് കോർപ്പറേഷൻ കാണുന്നതെന്ന് പ്രതിപക്ഷം പറയുന്നു. പേവിഷബാധയുള്ള നായ്കളെ കണ്ടെത്തി കൊല്ലാൻ നിയമമുണ്ടായിട്ടും അതിന് തയ്യാറാകുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ്. ജനം, തിരുവനന്തപുരം.